ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീതേസ് കിച്ചൻ. ഫ്രണ്ട്സ്, ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ന് ഒരു മിശ്രിത വറവാണ് കേട്ടോ. അപ്പോൾ അതിലെന്തെല്ലാം ഇട്ടിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഉരുളക്കിഴങ്ങുണ്ട്, ബീട്രൂട്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പച്ചമുളക് മുറിച്ചിട്ടുണ്ട്, അതുപോലെ ഉള്ളിയും കട്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരേ ഒരു ബീട്രൂട്ടുള്ളൂ, കുഞ്ഞ് ബീട്രൂട്ട്, കുഞ്ഞ് ക്യാരറ്റ് ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഒരുമിച്ച് എടുത്ത് മുറിച്ചാൽ ഒരു വറവിനുള്ള ഒരു പച്ചക്കറി കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, കുറേ ആളും ഉണ്ട്. അപ്പോൾ നമുക്ക് അത്ര വെച്ചിട്ട് വറവാക്കിയെങ്കിൽ എത്തൂല, ആരാർക്കും എത്തൂല. അതുകൊണ്ട് ഞാൻ കുറച്ച് ബീട്രൂട്ട് ഉണ്ടായതും ക്യാരറ്റ് ഉണ്ടായതും അതുപോലെ ഉരുളക്കിഴങ്ങും ഉള്ളി എല്ലാം എടുത്തിട്ട് ഒരുമിച്ചിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് വറവാക്കിയെടുക്കാം. ഉരുളിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ചേ സാധനമുള്ളൂ, അയ്യോ വറവിനൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഇല്ല സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് വറവുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽ മുളക് 3 എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. മുളകിട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് നമ്മളെ ഇത് സാധനങ്ങൾ മുറിച്ച് വെക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ, എന്താ രസം. ഇതിന് നമുക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ ഉള്ളീൻ്റെ എല്ലാം വെള്ളം ഉണ്ടാവും, അതിൽ വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ തേങ്ങയും വേണമെങ്കിൽ നിങ്ങൾക്ക് ചിരകിയിട്ടിട്ട് കൊടുക്കാം. ഞാൻ തേങ്ങയും ഇടുന്നില്ല, കുറച്ച് മുളക് പൊടി മാത്രം ഇട്ട് കൊടുക്കും. ഞാനല്ല ഇത്ര വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി തുള്ളി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇനി വറവിന് ഒന്നും ഇല്ല പറഞ്ഞിട്ട് വറവ് ഉണ്ടാക്കാണ്ടിരിക്കണ്ട, എന്തെങ്കിലും ഒന്നൊന്ന് കിട്ടിയാൽ മതി. ഒരു ക്യാരറ്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ കൂടെ 2 സവാള മുറിച്ചിട്ടിട്ട് വറവാക്കുക. അതുപോലെ ബീട്രൂട്ട് ഇതെല്ലാം ഒന്നൊന്നും ഉണ്ട്, ചെറിയ ചെറിയ കഷ്ണങ്ങളെ ഉള്ളൂ എന്ന് വെച്ചാലും ഇതെല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് വറവാക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, സൂപ്പർ ടേസ്റ്റായിരിക്കും. പിന്നെ നമുക്ക് അത് മാത്രം മതി ചോറ് കഴിക്കുക, നല്ല രുചിയായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. ഇനി നമുക്കിത് വറുത്തിട്ടൊന്ന് വേവിച്ചിട്ടൊന്ന് നോക്കാം കേട്ടോ. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഉരുളക്കിഴങ്ങ് ഇട്ടത് കൊണ്ട് ഒന്ന് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്താ രസമല്ലേ കാണാൻ. ആ ബീട്രൂട്ടിൻ്റെ കളറ് എല്ലാം ഇതിലും ചേർന്നിട്ട് ഉള്ളിയും ഉരുളക്കിഴങ്ങും എല്ലാത്തിലും കൂടിയിട്ട് കളർ കാണാനൊക്കെ എന്തൊരു ഭംഗിയാണ്. ആഹാ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. വെച്ചിട്ടുണ്ട്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. വറവ് നോക്കാം. എന്താ രസം കാണാൻ. ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല കേട്ടോ. കറിവേപ്പില ഇട്ടിട്ടുണ്ട്, നല്ലോണം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എണ്ണയിലാണ് വെന്തിട്ടുള്ളത് കേട്ടോ. എണ്ണ കുറച്ചധികം ഒഴിച്ചിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട, കറികളൊന്നും വേണ്ട. ഇങ്ങനെ ചോറിട്ടിട്ട് കുഴച്ചിട്ട് വയറ് നിറയെ തിന്നും. കുറച്ച് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഇടാം. തേങ്ങ വേണമെങ്കിൽ
ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചിരകിയിട്ട് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത് ഉരുളക്കിഴങ്ങെല്ലാം ചൂട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി വറവിനൊന്നും ഇല്ല പറഞ്ഞിട്ട് ആരും വിഷമിച്ചിരിക്കേണ്ട. ഉള്ള സാധനം കൊണ്ട് ഉള്ളതുപോലെ ഉണ്ടാക്കാം. ഓക്കെ, വീഡിയോ നോക്കി എല്ലാവർക്കും താങ്ക്സ്.